ഡോക്ടറെ, കർക്കിടക ചികിത്സ എഫക്റ്റീവ്സ് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് കർക്കിടകത്തിൽ കമ്പൽസറി ആണോ? അല്ല, പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ, ഇതൊരു പോയിന്റ്. പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും കൺഫ്യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത്. എല്ലാ ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇവിടെ ക്വയറീസ് ഒക്കെ വരുന്നത് പഞ്ചകർമ്മ എടുക്കുമോ എന്ന് പറയുമ്പോൾ ചോദിക്കുന്നത് അദ്ദേഹത്തെ എണ്ണ ഇടുന്നതിനെ പറ്റിയാണ്. അഭ്യംഗം പഞ്ചകർമ്മയിൽ വരുന്നതല്ല, അതൊരു പൂർവ്വകർമ്മയാണ്. പഞ്ചകർമാസ് എന്ന് പറഞ്ഞാൽ 5 തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ആണ്. അത് വമനം, വിരചനം, അസ്ഥി, നസ്തി എന്നൊക്കെ പറയുന്ന പോലെ 5 തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ആണ്. അതിന് പൂർവ്വകർമ്മവും പശ്ചാത്തകർമ്മവും ഒക്കെ ഉണ്ട്. ഇന്റൻസ് പ്രൊസീജിയേഴ്സ് ആണ് ഇത്. ഇവിടെ സമയത്ത് ഒരു വമനം, വിരചന ആദികൾ ചെയ്യുന്നത് നല്ലതാണ് എന്ന് വെച്ചിട്ട് കമ്പൽസറി അല്ല. അത് ഓരോരുത്തരുടെ ഹെൽത്ത് പോലെ, ഓരോരുത്തരുടെ ആവശ്യം പോലെ എടുക്കാം. ഈ ട്രീറ്റ്മെന്റ് ചെയ്ത ഓഫീസിൽ പോകാം? നല്ല ചോദ്യം. ഓഫീസിൽ പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിസീസ് ഫോക്കസ്ഡ് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ മാത്രം റെസ്റ്റിൻ്റെ ആവശ്യമുണ്ടാവും. ഇതിപ്പോൾ ജനറലി ഒരു അഭ്യംഗം അല്ലെങ്കിൽ ഒരു ഫുൾ ബോഡി മസാജ് ചെയ്തിട്ട് പോകുമ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സ്പെഷ്യൽ ഡയറ്റ് എന്തെങ്കിലും ഉണ്ടോ? കർക്കിടകത്തിൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഡയറ്റ് എന്ന് പറയാൻ അവോയ്ഡ് ചെയ്യേണ്ട കുറേ സാധനങ്ങൾ, അതായത് നമുക്ക് ഡൈജഷൻ കുറവായിരിക്കും, അപ്പോൾ നമ്മൾ ലൈറ്റ് ഫുഡിനെ അഡാപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓയിലി ഫുഡ്സ് അല്ലെങ്കിൽ ഭയങ്കര ജങ്ക് ആയിട്ടുള്ള ഫുഡ്സ്, ഭയങ്കര ഹെവി ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും, ഇൻഡൈജഷൻ വരാതിരിക്കാൻ. ബാക്കി ലൈറ്റ് ആയിട്ടുള്ള കഞ്ഞി പോലുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം ദഹിക്കുമെന്ന് ഉറപ്പുള്ള സാധനങ്ങളോ ഒക്കെ കഴിക്കാം. പിന്നെ പഴകിയ സാധനങ്ങൾ രണ്ടാമത് ചൂടാക്കി കഴിക്കുന്നത് അങ്ങനെയൊക്കെ ഒഴിവാക്കിയാൽ നന്നായിരിക്കും. ഇത് ജനറലി. മുരിങ്ങയില ഒഴിവാക്കണോ? മുരിങ്ങയില ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മുരിങ്ങയില കർക്കിടകത്തിൽ ഒഴിവാക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും കർക്കിടകത്തിൽ വരുന്നൊരു ഡൗട്ടുമാണ് മുരിങ്ങയില കഴിക്കാമോ കഴിച്ചൂടെ. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് ബേസിക്കലി മുരിങ്ങയില കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ദഹനക്കേട് വരാൻ സാധ്യതയുള്ള ഒരു സമയം ആയതുകൊണ്ടാണ് മുരിങ്ങയില കഴിക്കേണ്ട എന്ന് പറയുന്നത്. അമിതമായിട്ട് കഴിച്ചാൽ ചിലപ്പോൾ ഡയറിയ പോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കഴിക്കുക. ഇപ്പോൾ ഫ്രഷ് ഇലയാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് കഴിക്കുക. അതല്ല വല്ല ക്യാപ്സ്യൂളായിട്ടൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ വലിയ കുഴപ്പം കാണത്തില്ല. എന്നാലും അതൊരു മോഡറേറ്റിൽ കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പറ്റിയാൽ അവോയ്ഡ് ചെയ്താൽ ബെറ്റർ, അത്രേ ഉള്ളൂ.